ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഹോദരങ്ങളെ, നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. മറ്റൊരു അവസരം കൂടി ഈശോ തന്നിരിക്കുകയാണ് നമുക്ക് വചനം കേൾക്കാൻ. ഒരു പുതിയ ജീവിതത്തിനു വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുകയാണ്. നമ്മളുടെ ജീവിതം പൂർണ്ണമായി നമ്മുടെ കുടുംബങ്ങളെയും നമ്മളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളെയും പരിശുദ്ധാത്മാവിന് കൊടുത്ത് ഇപ്പോൾ ഈ വചനം കേൾക്കാനിരിക്കുന്ന എല്ലാവരെയും, ലോകമെമ്പാടുമുള്ള സകല ജനത്തെയും പരിശുദ്ധാത്മാവിന് കൊടുത്ത് വചനത്താൽ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ വചനത്തിൻ്റെ അഭിഷേകം നൽകി തിരുവചനത്തിൻ്റെ അഗ്നി ഞങ്ങളിൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ വെട്ടിയൊരുക്കലുകൾ കൂടുതൽ ഫലം കായ്ക്കുവാൻ വേണ്ടുന്ന വിധം വെട്ടിയൊരുക്കലുകൾ നടത്തുവാൻ വചനമാകുന്ന വാൾ, ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള ഈ വചനത്തെ അങ്ങ് അയക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. മനസാന്തരത്തിലേക്ക് ഞങ്ങളെ വളർത്തണമേ. പരിശുദ്ധ അമ്മേ, യേശുപിതാവേ, സകല വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സഹോദരങ്ങളെ, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 2-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. വചനം ഇങ്ങനെയാണ്: ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. പ്രിയ സഹോദരങ്ങളെ, മനുഷ്യൻ ഏകനായിരിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതല്ല. ദൈവം തന്നെ ത്രിത്വമാണെന്ന് നമുക്കറിയാം. അപ്പോൾ സ്നേഹത്തിൻ്റെ കൊടുക്കൽ വാങ്ങലുകൾ നമ്മളുടെ ഇടയിൽ ഉണ്ടാവണം. അതൊരു മനുഷ്യൻ ഒറ്റയ്ക്കല്ല, മറിച്ച് അതൊരു കൂട്ടായ്മയാണ്, സമൂഹമാണ്, കുടുംബമാണ്. അതുകൊണ്ട് തന്നെ ആദിയിൽ ആദത്തെ സൃഷ്ടിച്ചിട്ട് ദൈവം തന്നോട് തന്നെ പറയുകയാണ്, മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. നമ്മളുടെ ഈ ലോകം തന്നെ, ഈ സമൂഹങ്ങളെല്ലാം നിലനിൽക്കുന്നത് വിവാഹം എന്ന അടിസ്ഥാന കൂദാശയിലാണ്. വിവാഹം എന്ന അടിസ്ഥാന കൂദാശയുടെ ബലത്തിലാണ് നമ്മുടെ സമൂഹം കെട്ടിപ്പൊക്കപ്പെടുന്നത്. വിവാഹം, അതിൽ നിന്ന് കുടുംബം, കുടുംബത്തിലാണ് സമൂഹത്തിൻ്റെ ആദ്യ പടികൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, കുടുംബത്തെ കെട്ടി ഉറപ്പിച്ച് വളർത്തുക, വിവാഹത്തെക്കുറിച്ച് ആഴപ്പെട്ട ബോധ്യവും അതിൻ്റെ കൗദാശിക മാനങ്ങളും ഹൃദയത്തിൽ ഗ്രഹിച്ച് ജീവിതത്തെ നയിക്കുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും, ദൈവ ഭയമുള്ള ഓരോരുത്തരുടെയും, സമൂഹത്തോട് സ്നേഹമുള്ള ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ഈ സമയങ്ങളിൽ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകണം. എന്താണ് വിവാഹത്തിൻ്റെ യഥാർത്ഥ മൂല്യം? ഇവിടെ ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നതല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ഒരു വിവാഹത്തെക്കുറിച്ച്, വിവാഹം എന്ന കൂദാശയുടെ ആ കൗദാശികതയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനം അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്നുള്ളതാണ്. വിവാഹം എന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. നമ്മൾ പലപ്പോഴും വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താ? അത് ചെറുക്കൻ പെണ്ണിനെ കണ്ടു, പെണ്ണ് ചെറുക്കനെ കണ്ടു, അത് അവർ തമ്മിലൊരു എഗ്രിമെൻ്റായി വിവാഹം എന്ന് പറയുന്ന ഒരു കർമ്മം, ഒരു സാമൂഹിക കർമ്മം നടന്നു. അത് ക്രിസ്ത്യാനിയാണെങ്കിൽ പള്ളി വെച്ച് ചെയ്യും, മറ്റോരോരുത്തർ അവരവരുടേതായ വിശ്വാസ തലങ്ങളിൽ, വിശ്വസിക്കാത്തവർ അവരുടേതായ ചില രീതികളിൽ ചെയ്യും. അപ്പോൾ അത്രമാത്രമേ ഉള്ളൂ ഒരു വിവാഹം, ഒരു കുടുംബത്തിൻ്റെ തുടക്കം എന്ന് ചിന്തിക്കുന്നത് യഥാർത്ഥത്തിൽ ദൈവിക കാഴ്ചപ്പാടുകളിലെ അതിനെതിരായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും, ദൈവം നൽകും. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ജീവിത പങ്കാളി ദൈവത്തിൻ്റെ സമ്മാനമാണ്. ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അഥവാ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന വ്യക്തിയെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് വളരെ വളരെ രസകരമായി ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ ആദത്തിൻ്റെ ജീവിതത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. സകല സൃഷ്ടജാലങ്ങളെയും ജീവജാലങ്ങളെയും ദൈവം ഈ ആദത്തിന് മുൻപിൽ കൊണ്ടുവന്നിട്ട് അവൻ പേരിടാൻ വേണ്ടി പറഞ്ഞു. അവൻ പേരിടുന്നതനുസരിച്ച് ആ എന്തു പേര് വിളിച്ചോ അത് അതിൻ്റെ പേരായി തീർന്നു. പക്ഷേ അവിടെ ഒരു സങ്കടം ആദത്തിനുണ്ട്. അവിടെ പറയുകയാണ്, എന്നാൽ തനിക്കിണങ്ങിയ തുണയെ അവൻ കണ്ടില്ല. 21-ാമത്തെ തിരുവചനത്തിൽ പറയുകയാണ്, 20-21 തിരുവചനങ്ങൾ. തനിക്കിണങ്ങിയ തുണയെ അവൻ പേരിട്ടപ്പോഴെല്ലാം അന്വേഷിച്ചത് തനിക്കിണങ്ങിയത് ആരാണെന്നാണ്. അവനു വേണ്ടി അന്നുവരെ വേറൊരു
മനുഷ്യരൂപത്തെ, സ്ത്രീ രൂപത്തെ ദൈവം സൃഷ്ടിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവനത് കണ്ടുപിടിക്കാനും പറ്റിയില്ല. എന്നാൽ പിന്നീട് നമുക്കറിയാം, ചിലപ്പോഴിത് ഒരു ഒരു കഥ പോലെ നമുക്ക് തോന്നുമായിരിക്കാം. ചിലരതിനെ ഒരു പഴയകാല വിശ്വാസത്തിൻ്റെ ചില ചില കഥകൾ പോലെ പറയുമായിരിക്കാം. പക്ഷേ പ്രിയ സഹോദരങ്ങൾ, ഇത് സ്വർഗത്തിൻ്റെ വലിയൊരു ഉപമയാണ്. സ്വർഗത്തിൻ്റെ മനുഷ്യരാശിയെ നിലനിർത്തുന്ന വിവാഹം എന്ന കൂദാശിയുടെ ആഴങ്ങൾ മനസ്സിലാക്കാൻ സ്വർഗം നൽകിയ വലിയ ഒരു പ്രബോധന, ഒരു ഉപമ ആണ് ഈ ഒരു സംഭവം. ഇവിടെ പറയുകയാണ്, കർത്താവ് മനുഷ്യനെ ഗാഠനിദ്രയിൽ ആഴ്ത്തി ഉറങ്ങിക്കിടന്ന അവൻ്റെ വാരിയല്ലുകളിൽ ഒന്നെടുത്തതിന് ശേഷം അവിടെ മാംസം കൊണ്ട് മൂടി മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയല്ലുകൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം നൽകി. 22ഉം 23ഉം തിരുവചനങ്ങൾ. ഒന്നിക്ക് എവിടെ നിന്നാണ് അവൻ്റെ ഭാര്യ? സ്ത്രീ എന്ന് പറഞ്ഞാൽ അവിടെ ആകെ ഒരു സ്ത്രീയേ ഉള്ളൂ. ആ സ്ത്രീ ആദത്തിൻ്റെ ഇണയായി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സ്ത്രീയാണ്. ഈ സ്ത്രീ രൂപപ്പെട്ടത് എവിടെ നിന്നാണ്? അവൻ്റെ വാരിയിൽ നിന്നാണെന്ന് പറയുമ്പോൾ വാര്യസ്ഥിയുടെ എണ്ണം നോക്കിയിട്ട് അല്ല നമ്മൾ ജീവിക്കുന്നത്. അല്ലെങ്കിൽ വാര്യസ്ഥി ഒരെണ്ണം ഒരിടത്ത് കുറവാണോ കൂടുതലാണോ എന്നുള്ളതല്ല അതിനകത്തെ കാര്യം. അതിൻ്റെ ശാസ്ത്രീയതയ്ക്ക് അപ്പുറത്തേക്ക് അതിൻ്റെ ആധ്യാത്മികതയാണ്. എവിടെ നിന്നാണ് ജീവിത പങ്കാളി ഉത്ഭവിക്കുന്നത്? അവൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന, അവൻ്റെ ഹൃദയത്തെ സംരക്ഷിക്കേണ്ട അസ്ഥികളിൽ ഒന്ന്. അവിടെ നിന്ന് ആ അസ്ഥി എടുത്തു മാറ്റാൻ പാടില്ലാത്ത അത്രമാത്രം ഉൾച്ചേർക്കപ്പെട്ട അസ്ഥികളിൽ ഒന്നിനെ എടുത്തിട്ട് കർത്താവ് അതിൽ നിന്ന് സ്ത്രീക്ക് രൂപം കൊടുക്കുകയാണ്. ഒന്നിക്ക് എത്ര സുന്ദരമാണ് കുടുംബത്തെക്കുറിച്ച്, ജീവിത പങ്കാളികളെക്കുറിച്ചുള്ള സ്വർഗീയ കാഴ്ചപ്പാട്. അപ്പോൾ അതുകൊണ്ടാണ് നിനക്ക് ചേർന്ന് ഇണയെ ഞാൻ തരും. എവിടെ നിന്ന് നിനക്ക് ചേർന്ന് ഇണ വരുന്നത്? നിൻ്റെ ഹൃദയത്തോട് ചേർന്ന് ഇരിക്കുന്ന അസ്ഥിയിൽ നിന്നാണ്. അല്ലെങ്കിൽ നിൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കേണ്ടവളാണ് നിനക്ക് ചേർന്ന ഇണ. അത് നേരെ തിരിച്ചു, പുരുഷനും സ്ത്രീയും. പ്രിയ സഹോദരങ്ങൾ, ഇവിടെ വീണ്ടും പറയുകയാണ്, ഈ സ്ത്രീയെ കണ്ടപ്പോൾ, അല്ലെങ്കിൽ തൻ്റെ ഭാര്യയാകാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തവളെ കണ്ടപ്പോൾ 23-ാമത്തെ തിരുവചനം പറയുകയാണ്, അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിലിതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. അതായത് ജീവിത പങ്കാളി ആകേണ്ട ആളെ കാണുമ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ആ വ്യക്തിക്കുണ്ടാകുന്ന ഒരു തിരിച്ചറിവാണ്, ഒടുവിലിതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. രസകരമായൊരു സംഭവം ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. ചെറുപ്പക്കാരനല്ല, ഞാനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു മിഡിൽ ഏജ്ഡായി. എന്നാൽ അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിക്കുന്ന കാലത്ത് അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം സത്യത്തിൽ ആദ്യം ഒരു പെണ്ണ് കാണാൻ വേണ്ടി പോയി. ആ പെണ്ണിനെ കണ്ടു. പിന്നീട് അനേകം സ്ത്രീകൾ ഈ കല്യാണത്തിൻ്റെ ആലോചനയുമായി അനേകം പെണ്ണ് കാണലുകൾ നടത്തി. ഒന്നും ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ അവസാനം ഇദ്ദേഹം എന്നോട് പറയണം, എൻ്റെ അച്ഛോ, ആദ്യത്തെ ആളെ തന്നെ ഞാൻ പിന്നെ തിരിച്ചു വന്ന് കല്യാണം കഴിച്ചു. ആദ്യത്തെ ആളെ തന്നെ ഞാനിങ്ങനെ വണ്ടടിച്ചു, കർത്താവേ, എന്നാൽ പിന്നെ ഈ മനുഷ്യൻ എന്തിനാണ് ഇത്ര എണ്ണത്തെ കാണാൻ പോയത്? പ്രിയ സഹോദരങ്ങളെ, നോക്കിക്കേ, ആദ്യത്തേനെ തന്നെ വീണ്ടും തിരിച്ചു വരാൻ കാരണം എന്താ? പിന്നെ കണ്ടതിനകത്തൊരു ഓപ്ഷൻ ഉണ്ടാവും എന്ന് വിചാരിച്ചൊരു മാനുഷിക ബുദ്ധിയിൽ പോയി. പക്ഷേ ആദ്യം അവൻ കണ്ട്, എല്ലാവരും ആദ്യം കാണുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ പറഞ്ഞ മനുഷ്യൻ ആദ്യം കണ്ട വ്യക്തിയായിരുന്നു ഈശോ തീരുമാനിച്ച വ്യക്തി. ആ വ്യക്തിയെ അവിടെ കണ്ടപ്പോൾ ഇനിയും മെച്ചമുണ്ടോ എന്ന് മനുഷ്യബുദ്ധിയിൽ അന്വേഷിച്ച് നടന്നെങ്കിലും എവിടെയും അവൻ്റെ ഹൃദയത്തിന് ഒരു സ്വസ്ഥത, മനസ്സിന് ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസമെന്ന് പറയാൻ പറ്റുന്നത് കാണാത്തത് കൊണ്ട് അവൻ തിരിച്ചു വന്നു. അങ്ങനെ അവൻ ആദ്യം അവന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടതിനെ അവൻ തിരഞ്ഞെടുക്കുകയാണ്. പ്രിയ സഹോദരങ്ങൾ, അപ്പോൾ നോക്കിയേ, ദൈവത്തിൻ്റെ നിശ്ചയമാണ് മനുഷ്യൻ്റെ വിവാഹം. ദൈവത്തിൻ്റെ നിശ്ചയമാണ്. ഫുൾട്ടൻ ജേഷീൻ എന്ന് പറയുന്ന വിശുദ്ധനായ വൈദികൻ, ബിഷപ്പ്, അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, വിവാഹിതരാകാൻ ഒരു പുസ്തകം തന്നെയുണ്ട്, വിവാഹിതരാകാൻ 3 പേർ എന്നാണ്. സാധാരണ നമ്മൾ കാണുന്ന 2 പേരാണ് വിവാഹം കഴിക്കുന്നത്. പക്ഷേ ഒരു കൗദാശിക വിവാഹത്തിൽ 3 പേരാണ്. മൂന്നാമത്തെ ആൾ ക്രിസ്തുവാണ്. അപ്പോൾ ക്രിസ്തുവിനോട് കൂടാതെ ഒരു വിവാഹമില്ല എന്ന് പറഞ്ഞാൽ എന്താ? പുരുഷനെയും സ്ത്രീയെയും ഭാര്യയെയും ഭർത്താവുമായി ഒന്നിപ്പിക്കുന്നത് ക്രിസ്തുവാണെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഈശോ തന്നെ പറയുന്നൊരു വചനമുണ്ട്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൻ്റെ 6 മുതലുള്ള തിരുവചനങ്ങൾ, അതിൽ 6 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വായിക്കാം. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ 2 അല്ല, ഒറ്റ ശരീരമായിരിക്കും. എന്നിട്ട് പറയുകയാണ്, അതിനാൽ
ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ദൈവം യോജിപ്പിച്ചത്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവം യോജിപ്പിച്ചത്, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ദൈവം യോജിപ്പിച്ചത്. നോക്കിയേ, ആദ്യം കർത്താവായ ദൈവം പറഞ്ഞത് ഇവിടെ മനുഷ്യനായി ജനിച്ച അതേ കർത്താവായ ദൈവം യേശു ക്രിസ്തു ആവർത്തിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, അതാണ് മലാക്കി പ്രവചനത്തിൽ നമ്മൾ കാണുന്നത്. മലാക്കി പ്രവചനം 2-ാം അധ്യായം 15-16 തിരുവചനങ്ങൾ. അതിൽ 15-ാം തിരുവചനം ഇങ്ങനെ പറയുകയാണ്: ഏക ശരീരവും ഏക ആത്മാവുമായിട്ടല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത്. ഏക ശരീരവും ഏക ആത്മാവുമായിട്ടല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത്. അപ്പം നോക്കിയേ, അത് വിവാഹത്തെക്കുറിച്ച് പറയുകയാണ്, ദമ്പതിമാരെ കുറിച്ച് പറയുന്ന വചനമാണത്. തുടർന്ന് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അതിന് തൊട്ട് മുമ്പും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കാത്തതിൻ്റെ കാരണം എന്താ? നിങ്ങൾ കുടുംബത്തിൽ അവിശ്വസ്തത കാണിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഏക ശരീരവും ഏക ആത്മാവുമായിട്ടല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത്. പ്രിയ സഹോദരങ്ങളെ, സൃഷ്ടിയിലെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഈ ആൾ ഈ ആൾക്ക്, ഇവൻ ഇവൾക്ക്, ഇവൾ ഇവന്. അപ്പോൾ പിന്നെന്താ നമ്മൾ സാധാരണ വിവാഹങ്ങളിൽ നടക്കുന്നത്? വിവാഹാലോചന എന്താണ്? ദൈവം ഒരു വ്യക്തിയെ സൃഷ്ടിച്ചു. ആ വ്യക്തിക്ക് വേണ്ടുന്ന ഇണയെയും കർത്താവിൻ്റെ മനസ്സിൽ സൃഷ്ടിച്ചു. രണ്ടുപേരും ദൈവത്തിൻ്റെ മനസ്സിലുണ്ട്, ഇന്നയാൾക്ക് ഇന്നയാൾ. എന്നിട്ട് എന്ത് ചെയ്തു? ആ പുരുഷനെ ഒരു അമ്മയുടെ ഉദരത്തിലും സ്ത്രീയെ മറ്റൊരു അമ്മയുടെ ഉദരത്തിലും ജന്മം കൊടുക്കുകയാണ്. അവർ രണ്ടിടങ്ങളിൽ ജനിക്കുന്നു, രണ്ടിടങ്ങളിൽ വളരുന്നു. വിവാഹപ്രായമാകുമ്പോൾ എല്ലാവരും സാധാരണഗതിയിൽ നമ്മുടെ നാട്ടു നടപ്പ് പോലെ നാട്ടുകാരും വീട്ടുകാരൊക്കെ അന്വേഷിക്കുന്നു. അങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ കർത്താവ് ആ വ്യക്തിയെ, ഈ പുരുഷൻ, സാധാരണ നമ്മുടെ നാട്ടിൽ പുരുഷൻ സ്ത്രീയെ കാണാൻ പോകുന്നു എന്നുള്ള രീതിയിലാണല്ലോ. അപ്പോൾ പുരുഷൻ അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടിയെ, തനിക്ക് വേണ്ടിയുള്ള ആ ഇണയെ കണ്ടെത്തുന്നത് വരെ അന്വേഷണം തുടരുന്നു. അങ്ങനെ അന്വേഷിച്ച് ഇയാളാണ് ഓക്കെ, ഈ ആളെയാണ് എനിക്ക് വിവാഹം കഴിക്കാൻ എൻ്റെ ഉള്ളിൽ ആത്മാവ് പ്രേരണ തരുന്നത് എന്ന് ബോധ്യം കിട്ടുമ്പോൾ മാതാപിതാക്കന്മാർ അത് വികാരിയച്ഛനെ അറിയിക്കുകയാണ്. വികാരിച്ചുകൊണ്ട് പറയണം, അച്ഛാ ഇങ്ങനെ ഞങ്ങൾ വിവാഹാലോചനയൊക്കെ നടത്തി ഏകദേശം ധാരണയായിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവും കാണലും, പിന്നെ കുടുംബത്തിൻ്റെ പശ്ചാത്തലങ്ങളെക്കുറിച്ചുള്ള ചർച്ച, നമ്മുടെ കുടുംബത്തിന് അവർ ചേരുവോ, അവരുടെ കുടുംബത്തിൽ നമ്മൾ ചേരുവോ, ഇങ്ങനെ പല കാര്യങ്ങൾ ചർച്ച ചെയ്ത് അവസാനം വികാരിയച്ഛൻ്റെ അടുത്ത് ചെന്ന് അച്ഛനോട് പറയുമ്പോൾ അച്ഛൻ പറയുന്നു, വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളിത് കാണേണ്ടത്. അച്ഛൻ പറയുകയാണ്, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സഭാസമൂഹത്തോട് പറയാം, ഈ വിവാഹം നിങ്ങൾ ഏകദേശ ധാരണയിലായിട്ടുണ്ട്. സഭാസമൂഹത്തോട് പറഞ്ഞിട്ട് സഭ മുഴുവൻ പ്രാർത്ഥിക്കട്ടെ. സഭ മുഴുവൻ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഇത് ദൈവത്തിൻ്റെ ആത്മാവ് യോജിപ്പിക്കുന്നതാണെന്ന് പിന്നെയും ബോധ്യം, അതിനൊരു ഉറപ്പ് കിട്ടിയാൽ നമുക്ക് മുന്നോട്ട് പോകാം. ഇനി അങ്ങനെയല്ല, ഗൗരവമായ കാരണങ്ങൾ കൊണ്ട് ഇത് ഒരുമിച്ച് ചേരാൻ പാടില്ലാത്തതാണ്, ദൈവത്തിന് നിശ്ചയമല്ല എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവർ വികാരിച്ചിനെ വന്ന് അറിയിക്കട്ടെ. അതാണ് വിളിച്ചു ചൊല്ലൽ എന്ന് നമ്മൾ കേട്ടിരിക്കുന്ന ആ ഒരു പാരമ്പര്യം. വിളിച്ചു ചൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താ? പള്ളിയിൽ ഞായറാഴ്ച ദിവസം എല്ലാവരും കൂടുമ്പോൾ എല്ലാവരോടും പറയുകയാണ്, ഇന്ന വീട്ടുകാരും തമ്മിൽ ചേർന്ന് ആ വീട്ടിലെ പെൺകുട്ടി ഈ വീട്ടിലെ ആൺകുട്ടിയും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് സഭയുടെ പ്രാർത്ഥനയ്ക്ക് വയ്ക്കുകയാണ്. അങ്ങനെ 3 ആഴ്ചക്കാലം അഥവാ 21 ദിവസം അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചിട്ട് ഓക്കെയാണെന്ന് തോന്നുമ്പോഴാണ് വിവാഹത്തിലേക്ക് തുടർന്നും പോകുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ കാലഘട്ടത്തിൽ സാത്താൻ്റെ ഏറ്റവും വലിയ ഒരു കുതന്ത്രം എന്നത് ഈ സംവിധാനത്തെ, ഈ സ്വർഗീയ സംവിധാനത്തെ താറുമാറാക്കി കുടുംബത്തെയും വിവാഹത്തെയും താറുമാറാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രേമവിവാഹങ്ങൾ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കുക. വാട്സപ്പിൽ കണ്ടാലും യൂട്യൂബിൽ കണ്ടാലും അവിടെ കണ്ടാലും ഇവിടെ കണ്ടാലും ഒക്കെ അതിൻ്റെ പിന്നാലെ ഓടി അത് ദൈവഹിതമാണോ എന്ന് അന്വേഷിക്കാൻ പോലും നിൽക്കാതെ താൽക്കാലികമായ ചില താല്പര്യങ്ങളുടെ പേരിൽ വിവാഹം എന്ന കൂദാശയെ തരം താഴ്ത്തി അതൊരു കരാറാക്കി മാറ്റുകയാണ്. ഞാനും നീയും തമ്മിലൊരു കരാർ. അതിന് അപ്പനും അമ്മയും സമ്മതിച്ചില്ലെങ്കിലും ഞങ്ങൾ പോയി കെട്ടിക്കളയും, പള്ളിയിൽ അച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത് കളയും. പ്രിയ സഹോദരങ്ങൾ, അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഗുരുതരമായ ഒരു ആഘാതത്തിലേക്ക്, ഒരു വീഴ്ചയിലേക്കാണ് തകർന്നു വീഴുന്നത്. കാരണം എന്താ? അത് ദൈവിക പദ്ധതിക്ക് വിപരീതമാണ്. ദൈവത്തിൻ്റെ പദ്ധതി എന്താ? ഞാൻ തരുന്ന ഇണയെ നീ സ്വീകരിക്കുക എന്നുള്ളതാണ്. പണ്ട് അമ്മച്ചിമാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പഴയ അമ്മച്ചിമാരോട് സംസാരിക്കണം. ഇപ്പം അങ്ങനത്തെ അമ്മച്ചിമാരൊക്കെ വിരളമായി വന്നുകൊണ്ടിരിക്കുകയാണ്. കുണുക്കും പിന്നെ ചട്ടയൊക്കെ ഉള്ള അമ്മച്ചിമാർ. ആ അമ്മച്ചിമാരോട് സംസാരിച്ചാൽ അവരിങ്ങനെ കുടുംബത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ പറയും, വിഷമങ്ങൾ പറയും. എന്നിട്ട് അവർ പറയും, അച്ഛാ കെട്ടിയവൻ കുടിയനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, തല്ലു എല്ലാം പറയും. എന്നിട്ടെല്ലാം നമ്മൾ കേട്ടിരുന്നാൽ മതി. 1/4 മണിക്കൂർ അമ്മ പറഞ്ഞതിന് ശേഷം അമ്മ ഇങ്ങനെ പറയും, എന്ത് ചെയ്യാനാച്ചാ, ദൈവം തന്ന കുരിശല്ലേ, ചുമക്കാതിരിക്കാൻ പറ്റുമോ?
നോക്കിക്കേ, ദൈവം തന്ന കുരിശ് തന്നെയാണ് എല്ലാം എന്ന് പറഞ്ഞാൽ മോശമാണെന്നല്ല. കുടുംബത്തിൽ കുരിശുകളുണ്ട്, ജീവിതത്തിൽ കുരിശുകളുണ്ട്. ഈ അച്ഛൻ്റെ ജീവിതത്തിലും കുരിശുണ്ട്, സിസ്റ്റേഴ്സിൻ്റെ ജീവിതത്തിലും കുരിശുണ്ട്. കുരിശുകൾ എന്ന് പറഞ്ഞാൽ സഹനങ്ങൾ. അത് ഒരു വ്യക്തിയിൽ നിന്ന് വേറൊരു വ്യക്തിയിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ നിന്ന് വേറൊരു സാഹചര്യത്തിൽ നിന്ന്. കുരിശില്ലാതെ നമുക്ക് രക്ഷയില്ല. എന്നാൽ ഈ കുരിശുകൾ ഉണ്ടാകുമ്പോൾ ഈ കുരിശ് ദൈവം തന്നതാണെന്നുള്ള തിരിച്ചറിവ്, ഈ അമ്മച്ചിയുടെ ദൈവശാസ്ത്രം, ശുദ്ധമായ ദൈവശാസ്ത്രം എന്താ? അതിങ്ങനെയാണ്. ദൈവം തന്ന കുരിശല്ലേ, എടുക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ നോക്കിയേ, അതുകൊണ്ടാണ് പഴയ കാലഘട്ടങ്ങളിൽ വിവാഹമോചനം അധികം ഇല്ലാതിരുന്നത്. കാരണം എന്താ? പരസ്പരം ഇത് ഇച്ചിരി കുരിശാണെങ്കിൽ പോലും, ഇത്തിരി വിഷമങ്ങൾ ഉണ്ടെങ്കിൽ പോലും, കുടുംബജീവിതത്തിൻ്റെ ഞെരുക്കങ്ങൾ ഉണ്ടെങ്കിൽ പോലും ദൈവമല്ലേ തന്ന, ഈശോയല്ലേ ഈശോ അറിയാതെ അല്ലല്ലോ, പള്ളി വെച്ച് കൈപിടിച്ച് തന്നതല്ലേ. ആ ഒരു വിശ്വാസവും ബോധ്യവും ഉണ്ടായിരുന്നു. ഇന്നെന്താ? ഇന്നെല്ലാവരും വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെയാണ് തിരഞ്ഞെടുക്കുന്നത്, ഇൻസ്റ്റഗ്രാമും ടെലഗ്രാമും, അങ്ങനെ പല വഴികളിലൂടെ തിരഞ്ഞെടുക്കുന്നതുകൊണ്ട് ദൈവം തന്നാണെന്നുള്ള ബോധ്യം പോയി. കൂദാശയാണ്, പള്ളിയിൽ വെച്ച് തന്നാണ്, കൂദാശയാണെന്നുള്ള ബോധ്യം പോയി. ഒരു കരാറ്, നമ്മൾ കരാറിൽ ഏർപ്പെട്ടു, നാളെ പറ്റിയല്ലെങ്കിൽ നാളെ നമ്മൾ പിരിഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, മലാക്കി 2:16 നമ്മളിപ്പോൾ ധ്യാനിച്ചത്. അതിന് തൊട്ട് പിന്നാലെ 2:16-15 ശേഷം പറയുകയാണ്, അതുകൊണ്ട് യൗവനത്തിലെ ഭാര്യയോട് അവിശ്വസ്തത കാണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു. വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു. ദൈവമായ കർത്താവ്, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു. പ്രിയ സഹോദരങ്ങൾ, ഇന്നത്തെ കാലത്ത് സമൂഹം ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് വിവാഹമോചനം. ഇന്ന് ഇഷ്ടപ്പെട്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു, നാളെ കെട്ടി, നാളെ കഴിഞ്ഞ് പിരിഞ്ഞു. UK പോകാൻ, അവിടെ പോകാൻ, ഇവിടെ പോകാൻ, വിസ കിട്ടാൻ എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ വിവാഹത്തെയൊക്കെ ചിലർ കാണുന്നത്. എല്ലാവരുമാണെന്ന് ഞാൻ പറയുന്നില്ല, ഭൂരിപക്ഷമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനത്തെ ഒരു പ്രതിസന്ധിയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് യൂറോപ്പിന് എന്ത് സംഭവിച്ചോ അത് നമ്മുടെ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവാഹമെന്ന കൂദാശയുടെ കൗദാശിക മാനത്തെ ഗൗനിക്കാതെ വെറും എഗ്രിമെൻ്റ്, ലിവിങ് ടുഗദർ, അങ്ങനെ താമസിക്കുന്നു, ഇങ്ങനെ താമസിക്കുന്നു. ഞാൻ കുറച്ചു കാലം നിൻ്റെ കൂട്ടത്തിൽ ജീവിച്ചിട്ട് നമുക്ക് പറ്റുമോ എന്ന് നോക്കാം, എന്നിട്ട് നോക്കിയിട്ട് പറ്റുമെങ്കിൽ പോകാം. പ്രിയ സഹോദരങ്ങളെ, 7-8 വർഷങ്ങൾ പ്രേമിച്ച് നടന്നിട്ട് അവസാനം കല്യാണം കഴിച്ച് ആദ്യത്തെ കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ തല്ലിപ്പിരിഞ്ഞ കേസ് എനിക്കറിയാം. ഈ 7-8 വർഷം എന്നതാ പിന്നെ ചെയ്തത്? അപ്പോൾ പരസ്പരം പറ്റുമോ ഇല്ലയോ എന്ന് അറിയാത്തതാണോ? പ്രിയ സഹോദരങ്ങളെ, ദൈവം ചേർക്കുന്നതിനെക്കുറിച്ചാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. ദൈവം ചേർക്കുന്നത് ഒരിക്കലും മനുഷ്യൻ വേർപെടുത്തരുത്. അതാണ് ഈശോ തന്നെ നേരത്തെ നമ്മൾ കണ്ട വചനത്തിൽ പറഞ്ഞത്. ആദിയിലെ ദൈവം മനുഷ്യനെ അങ്ങനെ സൃഷ്ടിച്ചു, പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. എന്നാൽ ദൈവം ഒരിക്കൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനതിനെ വേർപെടുത്താതിരിക്കണം. പ്രിയ സഹോദരങ്ങൾ, അതുകൊണ്ട് തന്നെ വിവാഹത്തെ കൂദാശയായിട്ട് കാണാൻ പഠിക്കണം. നമ്മൾ ഈ പുതിയ തലമുറ വിവാഹത്തെ കൂദാശയായി കാണാത്തത് കൊണ്ട് പലയിടങ്ങളിലും നടക്കുന്ന ചില കരാറുകൾ പോലെ, സഹോദരങ്ങളെ ഐ റിപ്പീറ്റ്, മാരേജ് ഈസ് നോട്ട് എ കോൺട്രാക്ട്. മാരേജ് ഈസ് എ സാക്രമെന്റ്, എ ഹോളി സാക്രമെന്റ്. വിവാഹം എന്നത് ഒരു കരാറല്ല, അത് പരിശുദ്ധമായൊരു കൂദാശയാണ്. അവിടെ പരികർമ്മിയായി നിൽക്കുന്നത് ഒരു പുരുഷനും ഒരു സ്ത്രീയും, അതോടൊപ്പം തന്നെ പരിശുദ്ധനായ ദൈവവുമാണ്, കർത്താവ് തന്നെയാണ്. ഈ 3 പേര് ഒരുമിച്ച് പരികർമ്മം ചെയ്യുന്നതാണ് വിവാഹം എന്ന കൂദാശ. പ്രിയ സഹോദരങ്ങളെ, പട്ടം കിട്ടിയ ഒരു അച്ഛൻ പള്ളിയിൽ വെച്ച് പട്ടം കിട്ടിക്കഴിയുമ്പോൾ ആ അച്ഛനെ പിന്നെ നമ്മൾ കാണുന്നത് വെറും ഒരു സാധാരണക്കാരനായിട്ടല്ല, അതൊരു പുരോഹിതനായിട്ടാണ്. പൗരോഹിത്യത്തിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടി അത്രമാത്രം ഗൗരവമായ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്. അതൊരു കൂദാശയാണ്. അപ്പോൾ പട്ടം എന്ന തിരുപ്പട്ടം എന്ന കൂദാശ പോലെ തന്നെ ഗൗരവമായ മറ്റൊരു കൂദാശ, എല്ലാ കൂദാശകളും ഒരുപോലെ ഗൗരവമുള്ളതാണ്. അങ്ങനെയെങ്കിൽ തിരുപ്പട്ടം എന്ന കൂദാശ പോലെ തന്നെ, പട്ടം സ്വീകരിക്കുന്നത് പോലെ തന്നെ ഗൗരവമായൊരു കൂദാശ സ്വീകരിക്കുന്നതാണ് വിവാഹം എന്ന കൂദാശയിലൂടെ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ വിവാഹിതരായവരും ഇനി വിവാഹ ജീവിതത്തിലേക്ക്, അത് പരിശുദ്ധമായ ഒരു ദൈവവിളിയാണ്, ഈ വിവാഹ ജീവിതം എന്ന പരിശുദ്ധമായ ദൈവവിളിയിലേക്ക് ഒരുങ്ങുന്നവരുമൊക്കെ ഹൃദയത്തിൽ കുറിച്ചിടേണ്ട, ദൈവഭയത്തോടു കൂടി ചിന്തിക്കേണ്ട കാര്യം, ഈ ഒരു തിരുക്കർമ്മം, വിവാഹം എന്ന കൂദാശയുടെ തിരുക്കർമ്മം, അത് പവിത്രമാണ്, പാവനമാണ്. അതിൻ്റെ പരിശുദ്ധി
എന്നേക്കും നിലനിർത്താൻ നമ്മൾക്ക് കടപ്പാടുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നത്, 5-ാമത്തെ അധ്യായം അതിൻ്റെ 30 മുതൽ തിരുവചനങ്ങൾ: നാം അവൻ്റെ ശരീരത്തിൽ, അതായത് യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് വലിയ ഒരു രഹസ്യമാണ്. ഇതൊരു വലിയ രഹസ്യമാണ്. പ്രിയ സഹോദരങ്ങളെ, വിവാഹം ഒരു വലിയ രഹസ്യമാണ്. രഹസ്യം എന്ന് പറഞ്ഞാൽ സീക്രട്ട് ആണെന്നല്ല അതിനർത്ഥം, മറിച്ച് വിവാഹം എന്നത് ഒരു മഹാരഹസ്യം, ദൈവിക രഹസ്യമാണ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മിസ്റ്ററി. വിവാഹം എന്നത് കൗദാശികമായ ഒരു മഹാരഹസ്യമാണ്, സ്വർഗീയ രഹസ്യമാണ്, ദൈവിക കാര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ്. അതിനെ വളരെ നീചമായി കാണാൻ, വളരെ സിമ്പിളായി കാണാൻ, ചിലപ്പോഴൊക്കെ ഒരു ഗൗരവമില്ലാത്തൊരു കാര്യമായി കാണാൻ ഇന്നത്തെ തലമുറയെ സാത്താൻ പ്രേരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. കുടുംബത്തെ തകർത്താൽ സഭയെയും സമൂഹത്തെയും തകർക്കാൻ പറ്റും. പ്രിയ സഹോദരങ്ങളെ, വളരെ വ്യക്തമായി കാണണ്ട. ഞാൻ ഇത്രയും പറഞ്ഞ എല്ലാ തിരുവചനങ്ങളിലും വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ആദിയിലെ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. അല്ലെങ്കിൽ മലാക്കി പ്രവചനത്തിൽ പുരുഷനും സ്ത്രീയും എടുത്തു പറയുന്നില്ല, അതിൻ്റെ തൊട്ട് മുമ്പ് പറയുന്ന വചനങ്ങളിൽ ദമ്പതിമാരെ കുറിച്ച് പറയുകയാണ്, പുരുഷനെ സ്ത്രീയെക്കുറിച്ച് പറയുകയാണ്. ആദിയിൽ മനുഷ്യനെ ദൈവം പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു, എന്നിട്ട് അവരെയാണ് ചേർത്തത്. പുരുഷന് ചേർന്ന ഇണയെ കൊടുത്തത് സ്ത്രീയിലാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ മോഡേണായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം പുറം രാജ്യത്ത് നിന്ന് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവരുന്ന വിശ്വാസത്തിൻ്റെ അപജയത്തിൻ്റെ ഒരു കെണിയാണ് പുരുഷനെ വിവാഹം കഴിക്കുക, സ്ത്രീയെ വിവാഹം കഴിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാട്. അതിനെ വിവാഹം എന്ന് വിളിക്കത്തില്ല, ഇത് ഔദാശികമല്ല. ദൈവത്തിൻ്റെ പദ്ധതിയിൽ പുരുഷന് സ്ത്രീയും സ്ത്രീക്ക് പുരുഷനുമാണ്. ഈശോ തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യമാണത്. അവിടെ തന്നെ വളരെ വ്യക്തമാണ് എന്താണ് ഒരു കുടുംബജീവിതം എന്നത്. അതുപോലെ തന്നെ മനുഷ്യന് ജന്മം കൊടുക്കാൻ പുരുഷൻ സ്ത്രീയിലാണ് കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത്, പുരുഷനിൽ കുഞ്ഞിന് ജന്മം കൊടുക്കുന്നില്ല. അങ്ങനെ പരസ്പരമായിട്ടാണ് ഒരു സൃഷ്ടികർമ്മത്തിൽ പോലും, ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പോലും ദമ്പതിമാർ പങ്കെടുക്കുന്നത്. പ്രിയ സഹോദരങ്ങൾ, അതുകൊണ്ട് തന്നെ നിസാരവൽക്കരിക്കരുത് കുടുംബജീവിതത്തെ. വിവാഹം എന്ന കൂദാശ നിസാരവൽക്കരിക്കരുത്. ഭാവി ജീവിതത്തെ നിസാരവൽക്കരിക്കരുത്. അത് വെറും ഒരു കരാറായി തരം താഴ്ത്തി കാണരുത്. അത് ദൈവനിന്ദയാണ്, ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിപരീതമാണ്, ദൈവത്തിൻ്റെ ഹിതത്തിന് വിപരീതമാണ്. അതുകൊണ്ട് തന്നെ നിലനിൽക്കാത്ത ഒരു ഇടപെടലായി അത് മാറും, നിലനിൽക്കാത്തൊരു സംവിധാനമായി ഇത് മാറും. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെ കുടുംബങ്ങൾ ഈ പുതിയ ഇങ്ങനെയുള്ള ദൈവികതയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്ത കുടുംബങ്ങൾ തകർന്നു പോകുന്നത്. ഇന്ന് സഭാ കോടതികളിൽ പോലും വിവാഹമോചനം, സഭയിൽ വിവാഹമോചനമില്ല, നള്ളിഫിക്കേഷൻ ഓഫ് മാരേജ് എന്നാണ് വിളിക്കുന്നത്. ഒരിക്കൽ സാധുവായ വിവാഹത്തെ മോചിപ്പിക്കാൻ പറ്റില്ല. അതേസമയം ആണോ അല്ലയോ ഒരു വിവാഹമെന്ന് സഭയ്ക്ക് പ്രഖ്യാപിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതിന് അതിൻ്റേതായ ചില മാർഗങ്ങളുണ്ട്. അപ്പോൾ ഈ നള്ളിഫിക്കേഷൻ ഓഫ് മാരേജിന് വന്നിരിക്കുന്ന കേസുകൾ തന്നെ എത്രയോ അധികമാണെന്ന് കഴിഞ്ഞ ദിവസം ഒരു രൂപതയിലെ ഒരു വൈദികനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയാനിട വന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് തിരിച്ചറിയാം, വിവാഹം ഒരു കൂദാശയാണ്, അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആ ജീവിത പങ്കാളിയെ കണ്ടെത്തലാണ്. എന്നാൽ വൈദികരും സന്യസ്തരും ഒരു സംശയം വരാം, അവർക്ക് വേണ്ടി സൃഷ്ടിയിലെയാണ് ജീവിത പങ്കാളിയെ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത്. എനിക്ക് വേണ്ടി ദൈവം അങ്ങനെ ഒരാളെ നിശ്ചയിച്ചിട്ടില്ല. ഞാൻ അതിനെക്കുറിച്ച് ഈശോയോട് ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞത്, കുരിശിലേക്ക് നോക്കുക, എനിക്ക് വേണ്ടി ഒരു പങ്കാളി കുരിശിലാണുള്ളത്. അത് സൃഷ്ടിയിലെ അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതാണ് ദൈവവിളിയുടെ മഹാത്മ്യവും. പ്രിയ സഹോദരങ്ങളെ, കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഈ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കുടുംബങ്ങളെ, പ്രത്യേകിച്ച് ഈ പുതിയ തലമുറയെ അനുഗ്രഹിക്കട്ടെ. പുതിയ തലമുറകളുടെ മനസ്സിലേക്ക്, ആത്മാവിലേക്ക് കൗദാശികതയെക്കുറിച്ചുള്ള, ദൈവിക കാര്യങ്ങളെക്കുറിച്ചുള്ള ഭയഭക്തി ബഹുമാനങ്ങൾ നിറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ ഓരോരുത്തരുടെയും മേൽ വന്ന് നിറയണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആവേ മരിയ.